ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ലൈഫ് മിഷൻ കോഴക്കേസിൽ ശിവശങ്കറിന് ജാമ്യമില്ല. ശിവശങ്കർ മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള ആളെന്ന് ഹൈക്കോടതി. പ്രതി തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട്. സ്വപ്നയുടെ അറസ്റ്റ് വൈകുന്നതിൽ കോടതിക്ക് അതൃപ്തി. അറസ്റ്റ് വൈകുന്നത് എന്തുകൊണ്ടെന്നും കോടതിയുടെ ചോദ്യം. അപകീർത്തി കേസ് സ്റ്റേ ചെയ്യണമെന്ന രാഹുൽ ഗാന്ധിയുടെ ഹർജിയിൽ ഈ മാസം 20-ന് വിധി പറയും. മോദിയെ പരാമർശിച്ചതിൽ വേട്ടയാടുന്നുവെന്ന് രാഹുൽ ഗാന്ധി കോടതിയിൽ. തന്റെ വാക്കുകൾ ദുർവ്യാഖ്യാനിച്ചെന്നും വാദം. രാഹുൽ ഗാന്ധി ദയ അർഹിക്കുന്നില്ലെന്ന് പരാതിക്കാരൻ. യുപിയിൽ വീണ്ടും ഏറ്റുമുട്ടൽ കൊല. 2 പേർ പോലീസ് വെടിവെറ്റ് മരിച്ചു. കൊല്ലപ്പെട്ടവരിൽ മുൻ എംപിയുടെ മകനും. നടപടിയെ പിന്തുണച്ച ഉപമുഖ്യമന്ത്രിയുടെ പരസ്യ പ്രതികരണം. ബിജെപി കോടതികളിൽ വിശ്വസിക്കുന്നില്ലെന്ന് അഖിലേഷ് യാദവ്. ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങളിൽ കണക്കുകൾ പെരുപ്പിച്ചു കാട്ടിയതെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ. രാജ്യത്തിന്റെ പ്രതിച്ഛായ ഇകഴ്ത്താനാണ് ഹർജിക്കാരുടെ ശ്രമമെന്നും മോദി സർക്കാർ. ശ്രീറാം വെങ്കിട്ടരാമന് തിരിച്ചടി. മാധ്യമപ്രവർത്തകനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയതിൽ നരഹത്യാ കേസ് നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. വഫ ഫിറോസിനെ കേസിൽ നിന്ന് ഒഴിവാക്കി. താമരശ്ശേരിയിൽ തട്ടിക്കൊണ്ടുപോയ പ്രവാസിയുടെ വീഡിയോ സന്ദേശം കേരള വിഷൻ ന്യൂസിന്. 325 കിലോ ഗോൾഡ് അവിടുന്ന് കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് ഞാനും ബ്രദറും അവിടുന്ന് കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് എന്നെ കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഏകദേശം 80 കോടി രൂപയുടെ ടോട്ടൽ 80 കോടി രൂപയോളം ഉണ്ടായിരുന്നു. പുറത്തുവന്നത് തടങ്കലിൽ പകർത്തിയ ഷാഫിയുടെ ദൃശ്യങ്ങൾ. പിന്നിൽ സ്വർണ്ണക്കടത്തെന്ന് വ്യക്തം. തിരുവനന്തപുരം നഗരത്തിൽ യുവാവിന് നേരെ ഗുണ്ടാക്രമണം. CCTV ദൃശ്യങ്ങൾ പുറത്ത്. ചൂടിൽ പൊരിഞ്ഞ സംസ്ഥാനം. 5 ജില്ലകളിൽ താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. കോഴിക്കോട്, കോട്ടയം ജില്ലകളിൽ താപനില 37 കടക്കും.